ഹസ്രത്ത് മിഖ്ദാദ് ബിൻ അസ്വാദ് അൽ ഖിന്ദി റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ ഒരാളായിരുന്നു. മിഖ്ദാദ് ബിൻ ആമിർ അൽ ബഹ്റാനി എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അദ്ദേഹം വളരെയധികം ബഹുമാനിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെട്ടതായിരുന്നു. മിഖ്ദാദ് ധൈര്യശാലിയായ ഒരു യുവാവായിരുന്നു. ഇദ്ദേഹം ഒരു അറബി ഗോത്രമായ ബഹ്റയിൽ പെട്ടതായിരുന്നു. ചെറുപ്പമായിരുന്നപ്പോൾ അദ്ദേഹം തൻ്റെ ഗോത്രത്തിൽ നിന്നും രക്ഷപ്പെട്ടു വന്നതാണ്. മക്കയിലെത്തിയപ്പോൾ മിഖ്ദാദ് അൽ അസ്വാദ് അൽ ഖിന്ദി എന്നു പേരുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി ജോലി ചെയ്തു. അറേബ്യയിലെ ആളുകൾ ധീരവും ശക്തവുമായ പുരുഷന്മാരെ സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ യജമാനന് മക്കളില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം തൻ്റെ ഗോത്രക്കാരായ ഖുറൈശികളുടെ മുൻപിൽ വെച്ച് അൽ അസ്വാദ് അൽ ഖിന്ദി ഇങ്ങനെ പറഞ്ഞു: ഇന്നു മുതൽ മിഖ്ദാദിനെ ഞാൻ എൻ്റെ മകനായി സ്വീകരിക്കുന്നു. ഇനി മുതൽ അദ്ദേഹത്തിൻ്റെ പേര് മിഖ്ദാദ് ബിൻ അസ്വാദ് അൽ ഖിന്ദി എന്നായിരിക്കും. എൻ്റെ മരണശേഷം അവനായിരിക്കും എൻ്റെ പിന്തുടർച്ചക്കാരൻ. അന്നു മുതൽ ആളുകൾ അദ്ദേഹത്തെ മിഖ്ദാദ് ബിൻ അസ്വാദ് അൽ ഖിന്ദി എന്ന് വിളിക്കാൻ തുടങ്ങി. അറബികൾക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു അത്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിന് 24 വയസ്സുള്ളപ്പോൾ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ തുടങ്ങി. പ്രവാചകന്റെ ദൗത്യത്തെക്കുറിച്ച് കേട്ട മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ ചേർന്നു. അദ്ദേഹം തന്റെ വിശ്വാസത്തെ രഹസ്യമായി സൂക്ഷിച്ചു. കാരണം അക്കാലത്ത് ഖുറൈശികൾ മുസ്ലിങ്ങളെ പീഡിപ്പിക്കുമായിരുന്നു. പീഡനം വർദ്ധിച്ചപ്പോൾ പ്രവാചകൻ മദീനയിലേക്ക് കുടിയേറാൻ തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു. അനുയായികൾ ഒറ്റക്കൊറ്റക്കായും സംഘങ്ങളായും മദീനയിലേക്ക് പുറപ്പെട്ടു. മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവും ആളുകളുമായി ചേർന്ന് മദീനയിലേക്ക് യാത്ര ചെയ്തു. ഏറ്റവും അവസാനം കുടിയേറിയവരിൽ പെട്ടതായിരുന്നു അദ്ദേഹം. മദീനയിലെത്തിയപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തോടൊപ്പം താമസിക്കാൻ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെ ക്ഷണിച്ചു. പ്രവാചകനോടൊപ്പം താമസിച്ചപ്പോൾ നടന്ന ഒരു സംഭവത്തിന്റെ കഥ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു. മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവും കുറച്ചു പേരും വളരെ സന്തോഷത്തോടു കൂടി പ്രവാചകന്റെ വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ അവരുടെ ജോലികൾ കഴിഞ്ഞു എല്ലാവരും പ്രവാചകന്റെ വീട്ടിൽ മടങ്ങിയെത്തി. അവിടെ മേശപ്പുറത്ത് അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി ഓരോ പാത്രത്തിൽ പാൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരും അവരുടെ പാൽ കുടിച്ചു. പക്ഷേ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ആ പാല് കുടിച്ചിട്ടും വിശപ്പ് തീർന്നില്ലായിരുന്നു. അപ്പോൾ ഷെയ്ത്താൻ അദ്ദേഹത്തിന്റെ അടുത്ത് വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച പാൽ എടുത്ത് കുടിക്കാൻ പറയുകയും ചെയ്തു. ആദ്യം മിഖ്ദാദ് റളിയല്ലാഹു അൻഹു അത് നിരസിച്ചു. എന്നാൽ പിന്നീട് പിശാച് അയാളെ കൂടുതൽ നിർബന്ധിച്ചു. ഒടുവിൽ അദ്ദേഹം പ്രവാചകന് വേണ്ടി മാറ്റിവെച്ച പാലും കുടിച്ചു. പാല് കുടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുറ്റബോധം തോന്നി. എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അതിനാൽ പ്രവാചകൻ വരുന്ന സമയമായപ്പോൾ അദ്ദേഹം ഉറക്കം നടിച്ചു കിടന്നു. തനിക്കുള്ള പാൽ മറ്റാരോ കുടിച്ചതായി കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു: അള്ളാഹുവേ, എനിക്ക് ആഹാരം തരുന്നവരാരോ അവർക്ക് നീ ആഹാരം നൽകണമേ. ഇത് കേട്ടപ്പോൾ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. അദ്ദേഹം പ്രവാചകന്റെ വിശപ്പടക്കാൻ ആഗ്രഹിച്ചു. അദ്ദേഹം ആടുകളുടെ അടുത്ത് പോയി പാല് കറക്കാൻ തീരുമാനിച്ചു. കുറച്ചു മുൻപ് പാൽ എടുത്തിട്ട് പോലും ആടിന്റെ അകിട് നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം ആ പാൽ പ്രവാചകന് നൽകി. പ്രവാചകൻ വയറ് നിറയെ പാല് കുടിച്ചു. എന്തൊരത്ഭുതം! എന്നിട്ടും ധാരാളം പാൽ അതിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നു. ബാക്കി വന്ന പാൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു കുടിക്കുകയും തന്റെ വിശപ്പടക്കുകയും ചെയ്തു. അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു അത്ഭുതം തന്നെയായിരുന്നു. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ബന്ധുവാണെന്നുള്ള ബഹുമതിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുറച്ചു കാലത്തേക്ക് വിവാഹിതനാകാൻ ബുദ്ധിമുട്ട് അനുഭവിച്ച അദ്ദേഹം പിന്നീട് പ്രവാചകന്റെ ബന്ധുവിനെ വിവാഹം കഴിച്ചു. അങ്ങനെ അവർ ബന്ധുക്കളായി തീർന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുസ്ലിങ്ങൾ കുടിയേറിയപ്പോൾ അവിശ്വാസികൾ അവരുടെ വീടുകൾ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. അവർ പിടിച്ചടക്കിയ വസ്തുക്കൾ തിരികെ കൊണ്ടുവരാൻ പ്രവാചകൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി ആദ്യം ഖുറൈശികളുമായി സംസാരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷേ അവർ കേൾക്കാൻ തയ്യാറായില്ല. അപ്പോൾ ഖുറൈശികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയല്ലാതെ പ്രവാചകന്റെ മുൻപിൽ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ബദർ യുദ്ധത്തിനു മുൻപ് പ്രവാചകനും കൂട്ടാളികളും യുദ്ധം ചെയ്തിട്ടില്ലായിരുന്നു. യഥാർത്ഥത്തിൽ
തങ്ങളുടെ വസ്തുക്കൾ തിരിച്ചു പിടിക്കുകയായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ ഖുറൈശികളുടെ നേതാവ് അബൂ സുഫിയാൻ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു. ഈ അപ്രതീക്ഷ സംഭവത്തിന് പരിഹാരം കാണാനും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാനും അവർ ഒരുമിച്ചുകൂടി. മുസ്ലിങ്ങൾ ഇതിനു മുൻപ് യുദ്ധം ചെയ്തിട്ടില്ലായിരുന്നു. പ്രവാചകൻ തൻ്റെ അനുയായികളുമായി കൂടിയാലോചിച്ചു. ജനങ്ങളെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ആദ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു. തുടർന്ന് ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും സംസാരിച്ചു. എന്നാൽ പ്രവാചകനെ തൃപ്തിപ്പെട്ടില്ല. അദ്ദേഹം വീണ്ടും പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കുക. അങ്ങനെ നാലാമതായി മിഖ്ദാദ് ഇബ്ൻ അൽ കിന്ദി റളിയല്ലാഹു അൻഹു സംസാരിച്ചു. ഓ ഹബീബെ, അള്ളാഹു അങ്ങേക്ക് കാണിച്ചു തന്ന മാർഗം പ്രയോഗിക്കുക. തീർച്ചയായും ഞങ്ങളെല്ലാം അങ്ങയോടൊപ്പം ഉണ്ടാവും. അള്ളാഹു ആണ് സത്യം. ഇസ്രായേൽ സന്തതികൾ മൂസാ നബിയോട് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും പറയില്ല. താങ്കളും താങ്കളുടെ രക്ഷിതാവും കൂടി പോയി യുദ്ധം ചെയ്യുക. ഞങ്ങളെല്ലാവരും അങ്ങയോടൊപ്പം യുദ്ധം ചെയ്യുന്നതാണ്. അങ്ങ് ഞങ്ങളെ ബിർഖുൽ കിമാദിലേക്ക് അയക്കുകയാണെങ്കിൽ അങ്ങ് അവിടെ എത്തുന്നതിന് മുൻപായി അങ്ങേക്കെതിരെ വരുന്നവരുമായി ഞങ്ങൾ പോരാടാം. മാത്രമല്ല, യുദ്ധത്തിന് വിജയിക്കുന്നത് വരെ അങ്ങയുടെ 4 വശത്തു നിന്നും ഞങ്ങൾ ശത്രുക്കൾക്കെതിരെ പൊരുതുന്നതാണ്. അള്ളാഹു ആണ് സത്യം. ഇത് കേട്ടപ്പോൾ പ്രവാചകന് വളരെയധികം സന്തോഷമായി. അവിടെയുണ്ടായിരുന്ന എല്ലാവരും മീഖാദി റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു. അപ്പോൾ ഖുറൈശികളുമായി യുദ്ധം ചെയ്യാൻ പ്രവാചകൻ തീരുമാനിച്ചു. അങ്ങനെ ബദർ യുദ്ധം ആരംഭിച്ചു. മുസ്ലിങ്ങളെല്ലാം വളരെ ആവേശത്തിലായിരുന്നു. അവർ ഹൃദയം നിറയെ അള്ളാഹുവിനോടുള്ള വിശ്വാസത്തോടെ സത്യനിഷേധികളെ നേരിട്ടു. അങ്ങനെ മുസ്ലിങ്ങൾ യുദ്ധത്തിൽ വിജയിച്ചു. മുസ്ലിങ്ങൾ യുദ്ധ തടവുകാരെ പിടിച്ചടക്കുകയും അവരെ മദീനയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. യുദ്ധ തടവുകാരെ മോചിപ്പിക്കണമെങ്കിൽ മുസ്ലിങ്ങളിൽ നിന്നും അവർ പിടിച്ചടക്കിയ വസ്തുക്കൾ തിരിച്ചു തരുവാൻ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ഖുറൈശികളോട് ആവശ്യപ്പെട്ടു. ഇതറിഞ്ഞ പ്രവാചകൻ 2 കൈകളും മുകളിലേക്ക് ഉയർത്തി പറഞ്ഞു, ഓ അല്ലാ, അങ്ങയുടെ അനുഗ്രഹത്താൽ മിഖ്ദാദിനെ നീ സമ്പന്നനാക്കണമേ. ശത്രുക്കൾ മുസ്ലിങ്ങളിൽ നിന്ന് ആരെയെങ്കിലും പിടികൂടിയാൽ അവരെ ഉടനെ തന്നെ കൊല്ലുമായിരുന്നു. എന്നാൽ പ്രവാചകൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹം യുദ്ധ തടവുകാരോട് വളരെ ദയയോടെ പെരുമാറുവാൻ തൻ്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു. മാത്രമല്ല, ദരിദ്രരായ യുദ്ധ തടവുകാരെ മോചനദ്രവ്യം ആവശ്യപ്പെടാതെ തന്നെ വിട്ടയക്കുകയും ചെയ്തു. അദ്ദേഹം എഴുത്തും വായനയും അറിയാവുന്ന തടവുകാരോട് മോചനദ്രവ്യമായി മുസ്ലിം കുട്ടികളെ പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. ഇതുപോലെ ഉഹദ് യുദ്ധം അടക്കമുള്ള നിരവധി യുദ്ധങ്ങൾ മുസ്ലിങ്ങൾ ചെയ്തിരുന്നു. ഉഹദ് യുദ്ധം മുസ്ലിങ്ങൾക്ക് ഒരു പാഠമാണ്. അവർ അതിൽ നിന്നും ധാരാളം കാര്യങ്ങൾ പഠിച്ചു. എന്ത് വില കൊടുത്തും പ്രവാചകനെ അനുസരിക്കണമെന്നും അവർ പഠിച്ചു. കാരണം പ്രവാചകനെ അനുസരിക്കുന്നത് വിജയവും നിഷേധിക്കുന്നത് പരാജയവുമാണെന്ന് അവർ മനസ്സിലാക്കി. മിഖ്ദാദ് ബിൻ അസ്വാദ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലും അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെക്കുറിച്ചും മറ്റു ചില അനുയായികളെക്കുറിച്ചും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറഞ്ഞത്, 4 പേരെ സ്നേഹിക്കുവാൻ അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അവൻ 4 പേരെയും സ്നേഹിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു, അൽ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, അബൂ സർ റളിയല്ലാഹു അൻഹു, സൽമാൻ റളിയല്ലാഹു അൻഹു എന്നിവരായിരുന്നു ആ 4 പേർ. പ്രവാചകൻ വഫാത്തായപ്പോൾ ദിവസങ്ങളോളം അദ്ദേഹം വളരെയധികം ദുഃഖത്തിലായിരുന്നു. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു ആളുകളെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖുർആൻ പാരായണം ഷാമിൽ മുഴുവൻ പ്രശസ്തമായിരുന്നു. അദ്ദേഹം മരണം വരെ തൻ്റെ മതത്തോട് വിശ്വസ്തത പുലർത്തിയിരുന്നു. ഏകദേശം 90 വയസ്സുള്ളപ്പോൾ ദമാഷ്കിൽ വെച്ച് അദ്ദേഹം വഫാത്തായി. ഹസ്രത്ത് മിഖ്ദാദ് ബിൻ അസ്വാദ് അൽ കിന്ദി റളിയല്ലാഹു അൻഹുയുടെ ഖബറിടം ഇന്നത്തെ ദമസ്കസിൻ്റെ കേന്ദ്രത്തിലേക്കുള്ള പാതയിൽ സിനാബിയയിൽ നിന്ന് 5 മൈൽ അകലെയാണ്.